നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വാർത്തകളിലെല്ലാം തന്നെ ചർച്ച US പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിനു ശേഷം അദ്ദേഹം കൊണ്ടുവരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചുമാണ്. അദ്ദേഹത്തിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് നിരവധി രാഷ്ട്രതലവന്മാരുണ്ടെങ്കിലും പലരും ഭയപ്പാടിലാണ്. ചില കൊണ്ടുവന്നിട്ടുള്ള പരിഷ്കാരങ്ങളെല്ലാം തന്നെ ചില രാജ്യങ്ങളിലെ ചങ്ങലക്കിടുന്നതിന് തുല്യമായിട്ടാണെന്നാണ് വാർത്തകളിൽ വരുന്ന റിപ്പോർട്ടുകൾ അടക്കം. ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത് US പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റ ചടങ്ങിൽ ഖലിസ്ഥാൻ ഭീകരൻ ഗുർപത്വന്ത് സിംഗ് പന്നുവും പങ്കെടുത്തെന്നുള്ള റിപ്പോർട്ടുകളാണ്. ട്രംപിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പന്നു പങ്കെടുത്തതിന്റെ ദൃശ്യങ്ങളും പ്രചരിക്കുന്നുണ്ട്. ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴക്കുന്ന പന്നുവിന്റെ വീഡിയോയെ പറ്റി ഔദ്യോഗിക സ്ഥിരീകരണമില്ല. VIP നിറഞ്ഞ ഉദ്ഘാടന ചടങ്ങിലാണ് പന്നു പങ്കെടുത്തത്. ട്രംപും ഭാര്യ മെലാനിയും വേദിയിലെത്തിയപ്പോൾ എല്ലാവരും USA എന്ന് മുദ്രാവാക്യം മുഴക്കി. ഈ സമയത്ത് ഖലിസ്ഥാൻ സിന്ദാബാദ് എന്ന് മുദ്രാവാക്യം വിളിക്കുന്ന പന്നുവിനെയാണ് വീഡിയോയിൽ കാണുന്നത്. പന്നു തന്നെയാണ് സെൽഫി വീഡിയോ എടുത്തതെന്നാണ് സൂചന. ട്രംപുമായി ബന്ധപ്പെട്ടത് കാണിക്കാനാണ് ചടങ്ങിൽ പന്നു പങ്കെടുത്തത് എന്നാണ് നിഗമനം. മറ്റാരുടെയെങ്കിലും പേരിലോ ഉയർന്ന തുക നൽകിയോ ആകാം പന്നു ടിക്കറ്റ് സംഘടിപ്പിച്ചതെന്നാണ് സമൂഹ മാധ്യമങ്ങളിലെ ചർച്ച. 2019 മുതൽ ഇന്ത്യയിലെ ദേശീയ അന്വേഷണ ഏജൻസി പന്നുവിനെ നിരീക്ഷിക്കുന്നുണ്ട്. 2020 ജൂലൈ 1 പന്നുവിനെ ഭീകരവാദിയായി ഇന്ത്യ പ്രഖ്യാപിച്ചു. പഞ്ചാബിലെ യുവാക്കളെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇന്ത്യയുടെ പരമാധികാരത്തെയും സുരക്ഷയെയും വെല്ലുവിളിക്കാൻ പന്നു പ്രേരിപ്പിക്കുന്നെന്നാണ് കേന്ദ്ര സർക്കാർ നിലപാട്. 2021 ഫെബ്രുവരി 3 NIA സ്പെഷ്യൽ കോടതി പന്നുവിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു. അമൃത്സറിലെയും ചണ്ഡീഗഡിലെയും പന്നുവിന്റെ വീടും ഭൂമിയും കഴിഞ്ഞ വർഷം NIA കണ്ടുകെട്ടി. അതേസമയം തന്നെ ട്രംപ് അധികാരത്തിലേറിയതിനു ശേഷം യമനിലെ ഹൂത്തി വിമതരെ US ട്രംപ് ഭരണകൂടം വീണ്ടും ഭീകര സംഘടനകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി. ബുധനാഴ്ച എക്സിക്യൂട്ടീവ് ഉത്തരവിലാണ് ഹൂത്തികളുടെ കാര്യം ഉൾപ്പെട്ടത്. ഇതുപ്രകാരം സ്ഥിതിഗതികൾ മനസ്സിലാക്കി 30 ദിവസത്തിനകം സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ റിപ്പോർട്ട് സമർപ്പിക്കണം. പിന്നാലെ 15 ദിവസത്തിനകം ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം. ആദ്യ സർക്കാരിന്റെ അവസാനമായപ്പോഴും ഹൂത്തികളെ വിദേശ ഭീകര സംഘടനയായി ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. അധികാരത്തിലെത്തി ആദ്യ ആഴ്ചകളിൽ തന്നെ യമനിലെ മാനുഷിക പ്രശ്നങ്ങൾ മുൻനിർത്തി ബൈഡൻ ഭരണകൂടം ഇത് റദ്ദാക്കുകയും ചെയ്തു. പിന്നീട് ചെങ്കടലിലെ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തെ തുടർന്ന് കഴിഞ്ഞ ജനുവരിയിൽ സ്പെഷ്യലി ഡെസിഗ്നേറ്റഡ് ഗ്ലോബൽ ടെററിസ്റ്റ് എന്ന പട്ടികയിൽ ബൈഡൻ ഭരണകൂടം ഹൂത്തികളെ ഉൾപ്പെടുത്തിയിരുന്നു. അതേസമയം യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യക്ക് കടുത്ത മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ റഷ്യൻ ഉൽപ്പന്നങ്ങൾക്ക് കനത്ത നികുതി ഉപരോധവും ഏർപ്പെടുത്തുമെന്നാണ് മുന്നറിയിപ്പ്. അധികാരത്തിലെത്തിയാൽ ഒറ്റ ദിവസം കൊണ്ട് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്ന ട്രംപ് ഒരു പടി കൂടി കടന്ന് റഷ്യക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. റഷ്യയെ വേദനിപ്പിക്കാൻ ഉദ്ദേശമില്ലെന്ന് പറഞ്ഞാണ് സമൂഹ മാധ്യമത്തിൽ കുറിപ്പ് തുടങ്ങുന്നത്. പരിഹാസ്യമായി യുദ്ധം ഉടനടി നിർത്തണം, കരാറിൽ ഏർപ്പെടണം, അല്ലെങ്കിൽ റഷ്യക്ക് മേൽ ഉപരോധവും ഉൽപ്പന്നങ്ങൾക്ക് കനത്ത നികുതിയും തീരുവയും ഏർപ്പെടുത്തുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. US സഹകരിക്കുന്ന രാജ്യങ്ങളിലെയും സമാനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന റഷ്യക്ക് ഒരു സഹായമാണ് ചെയ്യുന്നതെന്നും ട്രംപ് എടുത്തു പറഞ്ഞിട്ടുണ്ട്.